ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറച്ച് ഡേ ഒക്കെ നമ്മളിങ്ങനെ ഇരുന്ന് വീഡിയോസൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേരൊക്കെ ആവശ്യപ്പെട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ട് വലിച്ചു നീട്ടാണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞ് ഓടിച്ച് പോകാട്ടോ. കുറച്ച് പേരൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് വേറെ ഒന്നല്ല, ഹെർണിയൻ്റെ എൻ്റെ ആ ഒരു ജേണിയാണ് ഞാൻ പറയുന്നത്. കുറേ പേർക്ക് കുറേ ഡൗട്ടാണ്. കുറേ പേര് ഇപ്പോൾ ഹെർണിയ സർജറിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ പേടിച്ചിട്ട് ചേച്ചി ഇത് എങ്ങനെയാണ്, ഇത് ചെയ്തിട്ട് ബുദ്ധിമുട്ടുണ്ട്, ചെയ്യാണ്ടിരുന്നു ഇവിടെ ഓപ്പറേഷൻ എങ്ങനെയാണ്, പെയിൻ ഉണ്ടോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ് വിചാരിച്ചിട്ടുള്ളത്. എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്, ഹെർണിയ കണ്ടു തുടങ്ങിയത്, എനിക്ക് ഹെർണിയ എന്ന് അറിയുന്നത് ഇപ്പം അടുത്താണ്. ഇത് ഹെർണിയാണിത് ഇങ്ങനെ ഒരു വലിയ സംഭവമാണെന്നൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. എൻ്റെ ഫസ്റ്റ് ഡെലിവറി, അതായത് അപ്പുണ്ണിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം, ആഫ്റ്റർ ഡെലിവറി ചെറുതായിരുന്നു നമ്മുടെ പൊക്കിളിൻ്റെ മുകളിൽ ചെറിയൊരു തടുപ്പിട്ട്, ഒരു കുഞ്ഞു തടുപ്പ്. നമ്മൾ അത്ര സൂക്ഷ്മമായി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ തടുപ്പൊക്കെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കുഞ്ഞു തടുപ്പുണ്ടായി. ഞാൻ വലിയ മൈൻഡ് ആക്കില്ല, കാരണം നമ്മൾ പ്രസവശേഷം ഏറ്റവും കൂടുതൽ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ വയറിനായിരിക്കും. അതായത് വയറിന് സ്ക്രാച്ച് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അത് വലിയ മൈൻഡ് ആക്കിയില്ല. ഒരു കുഞ്ഞിതല്ല, അത് ഞാൻ നല്ലോണം വ്യക്തമായി ഞാൻ സൂക്ഷ്മമായിട്ടൊക്കെ നോക്കണം, എന്നാലും അത് കാണുള്ളൂ. അങ്ങനെയായിരുന്നു. എന്നാൽ ഏട്ടൻ്റെ നിർബന്ധപ്രകാരം ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. ഏട്ടന് പേടിയായിരുന്നു. ചെറിയ മുഴ പോലെയൊക്കെ നമുക്ക് കാണുമ്പോൾ, തൊടുമ്പോൾ ഒരു ചെറിയൊരു മുഴ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് മസിലിൻ്റെ പ്രശ്നമാണ്, മസിൽ വീക്കായതുകൊണ്ടാണ്. കുറച്ച് എക്സസൈസൊക്കെയാണ് അപ്പോൾ പറഞ്ഞത് കേട്ടോ, വലിയ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ കുറച്ച് എക്സസൈസൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ കുറച്ച് കാലമൊക്കെ കണ്ടിന്യൂ ചെയ്തു, ഫോളോ ചെയ്ത് പോയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അപ്പുണ്ണി ജനിച്ച് കഴിഞ്ഞാൽ സ്പീഡ് പറഞ്ഞു വന്നെന്താ കുറച്ച് നീട്ടിയ ഇതൊക്കെ എന്തെങ്കിലും വലിച്ചു നീട്ടുന്നു പറയും, അതുകൊണ്ട് സ്പീഡ് പറഞ്ഞു അതെ. ഓക്കെ. അപ്പോൾ നമ്മുടെ അപ്പുണ്ണിക്ക് 5 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കുഞ്ഞുണ്ണി ആവുന്നത്. കുഞ്ഞുണ്ണീനെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നു. കുഞ്ഞുണ്ണീനെ പ്രഗ്നൻ്റ് ആയിട്ട് ഇതേപോലെ ഡെലിവറി എല്ലാം കഴിഞ്ഞു. അതിനുശേഷം വയറെന്ന് പറയുന്നത് നമ്മുടെ പൊക്കിളിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്, പൊന്തി നിൽക്കുന്നുണ്ട് പൊക്കിളിൻ്റെ മുകളിൽ. അപ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷയം, ഇതെന്ത് പിന്നെ ഇങ്ങനെ കുറച്ചുകൂടി വലുതായിട്ടോ. അപ്പുണ്ണീൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം ഡോക്ടറൊക്കെ കാണിച്ചതിന് ശേഷം ഞാൻ പിന്നെ അത് വലിയ മൈൻഡ് കൊടുത്തില്ല, ഞാൻ ശ്രദ്ധിക്കാറൊന്നും ഉണ്ടായില്ല. അപ്പം അത് വലിയ ഡോക്ടർ ഒരു കുഴപ്പം പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ അത് വിട്ടു. അങ്ങനെ കുഞ്ഞുണ്ണീൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കൂടുതലായിട്ട് വലുതാവുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഇത് കുറച്ചുകൂടി വലുതായോ? അപ്പോൾ ഏട്ടൻ പറഞ്ഞു വലുതായിട്ടുണ്ട്, നമുക്ക് കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, കാണിക്കാമെന്നുള്ള രീതിയിൽ നിന്ന്. പിന്നെ എനിക്ക് പെയിന് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അതുകൊണ്ടൊരു വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉണ്ടായിട്ടുണ്ടായുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ മുകളിൽ അതിലും കുറച്ച് ചെറുതായിട്ട് പിന്നെ ഒരു പൊന്തൽ വന്നിട്ടുണ്ട്. പൊക്കിളിൻ്റെ മുകളിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായി, അതിൻ്റെ മുകളിൽ പിന്നെ ഒരു ചെറിയൊരു റൗണ്ട് പോലെ വന്നു. തൊടുമ്പോൾ നമുക്കൊരു മുഴ പോലെ ഫീൽ ചെയ്യും, ഇങ്ങനെ തടിച്ച് നിൽക്കില്ല, അതുപോലെ തോന്നും. അപ്പോൾ 2 കൂടെ ആയപ്പം ഏട്ടൻ പറഞ്ഞു ഇനി വെച്ചുകൊണ്ടിരിക്കണം, കാണിക്കണം. എനിക്ക് പിന്നെ ഈ ഭയങ്കര മടി ഹോസ്പിറ്റലിൽ പോയി ഓരോന്ന് കാണിക്കാൻ. ഈ ഇടയായിട്ട് നമ്മൾ ഈ ശ്വാസം മുട്ടൊക്കെ ആയിട്ട് കുറേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയില്ല. അപ്പം ഞാനിങ്ങനെ വലിച്ചു നീട്ടി വേണ്ട പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ശ്വാസം മുട്ടിൻ്റെയൊക്കെ ഇത് തുടങ്ങിയതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് നിൽക്കരുത് കേട്ടോ. ചെറിയ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ പോകുന്നത് പൊതുവേ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ അതിനുശേഷം ഞങ്ങളെന്താക്കി, ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ഞാനൊരു എൻ്റെ ഡെലിവറി 2 കഴിഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെ പോയത് കേട്ടോ. ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണിച്ചത്. ഡോക്ടർ കണ്ടപാടും പറഞ്ഞു ഇത് കുടലിറക്കമാണ്, കുടലിറക്കം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഡോക്ടർ, എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല. എന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡോക്ടർ എന്ത് ചെയ്യണം, നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം, കൂളായിട്ട് ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, ദൈവമേ ഇത് ഇത്ര വലിയ സംഭവമായിരുന്നോ ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഡോക്ടറോട് ഞാൻ മരുന്നൊന്നുമില്ല, അത് നമ്മൾ ഹെർണിയ എന്ന് പറയും, നമ്മളതിന് ഓപ്പറേഷൻ ചെയ്യുന്ന വേണം. ഡോക്ടർ എന്നിട്ട് എന്താക്കി സർജനെ റെഫർ ചെയ്തു തന്നു. അങ്ങനെ സർജൻ്റെ അടുത്ത് പോയി സർജൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് എന്നെ കൊണ്ട് ചുമപ്പിച്ചു, കിടത്തി കുറേ ചെക്കപ്പൊക്കെ ചെയ്തു. അപ്പോൾ ഡോക്ടറും പറഞ്ഞു ഹെർണിയാണ്. സ്കാനിങ്ങിന് എഴുതിയപ്പോൾ നമ്മുടെ ഹെർണിയ ചെറിയ ഹെർണിയാണെന്ന് പറഞ്ഞത്. സ്കാനിങ് റിപ്പോർട്ടിൽ കേട്ടോ, കുഞ്ഞ് ഹെർണിയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഹെർണിയല്ല, എന്നാലും ചെറിയൊരു ഹെർണിയുണ്ട്. അങ്ങനെ ഡോക്ടർ നമുക്ക് സർജറി വേണമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഡോക്ടറെ തന്നെയല്ല കാണിച്ചത്, നമ്മൾ 3 ഡോക്ടറോളം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹെർണിയൻ്റെ. ആരെങ്കിലും ഒരാൾ സർജറി വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വേറൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടറും ചെക്കപ്പ് നമ്മളെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കണ്ടിട്ട് പറഞ്ഞു ഹെർണിയാണ് ചെറിയ തോതിൽ, പക്ഷെ നമുക്ക് സർജറി വേണമെന്ന് പറഞ്ഞു. മരുന്നൊന്നുമില്ല കേട്ടോ. മരുന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ഡോക്ടർ മരുന്നൊന്നുമില്ല, കാരണം ഹെർണിയ എന്ന് പറയുന്നത് നമുക്ക് കൂടാനേ ചാൻസ് ഉള്ളൂ. ചാടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ചാടിക്കൊണ്ട് കുടലിറക്കം എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കില്ലേ. അപ്പോൾ അത് കൂടാനേ ചാൻസ് ഉള്ളൂ കേട്ടോ.
സത്യം പറഞ്ഞാൽ കൂടുകയാണ് ചെയ്തത്. കാരണം അപ്പുണ്ണീൻ്റെ അത്ര ഉണ്ടായില്ല. കുഞ്ഞുണ്ണീൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയാണ് എനിക്ക് ഈ സംഭവം കാണാൻ തുടങ്ങിയ ഡെലിവറീൻ്റെ ശേഷമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് അങ്ങനെ ആയിരുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് ജനിച്ച മുതലേ ഒന്നുമില്ല. ഡെലിവറി കഴിഞ്ഞു, ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയതല്ല, അപ്പോഴാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ വേറെ ഡോക്ടറെ കണ്ടു. പിന്നെ മൂന്നാമതൊരു ഡോക്ടറെ കണ്ടു. ഡോക്ടറും പറഞ്ഞു ഇന്നതൊക്കെയാണ്, ഇങ്ങനെ ചെയ്യണം, ബേബി പ്ലാനിങ് ഒക്കെ കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത് എൻ്റെ ബേബി പ്ലാനിങ് ഒക്കെ ചോദിക്കുന്നത്, പിന്നെ നമുക്ക് സർജറി ചെയ്യുന്നതല്ലേ, അപ്പം ഇനി സർജറീൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആ ഡോക്ടർ പറഞ്ഞു. കുറേ ആയിട്ട് നമ്മളെ ഈ സീരിയസ് ലാഗൊക്കെ വന്ന ഇതാണ്, കുറേ ഡോക്ടർമാരൊക്കെ കാണാൻ പോയി, പിന്നെ അതിൻ്റെയൊക്കെ ഓട്ടത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു സർജറി എന്ന് പറയുന്നത് നമ്മൾ മെഷ് വെക്കും, അതായത് നമ്മുടെ ഈ ഇറങ്ങിയ കുടലിനെ ഉള്ളോട്ടാക്കി മെഷ് വെച്ച് ബ്ലോക്ക് ആക്കും, അത്രേ ഉള്ളൂ. 2 തരത്തിലുള്ള സർജറി ഉണ്ട്, ഒന്ന് ഓപ്പൺ സർജറി, ഒന്ന് ലാപ്രോസ്കോപ്പിക് സർജറി, അങ്ങനെ ഒരു സർജറി കൂടെ, അതായത് കീ ഹോൾ. അതെന്ന് പറയുന്നത് നമുക്ക് മുറിവെല്ലാം ചെറുതായിരിക്കും. ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഡെലിവറി ഇല്ലേ, സി സെക്ഷൻ, അതേ ഒരു മോഡലിൽ കീറി മുറിച്ചിട്ടുള്ള ചെയ്യുന്നൊരു സംഭവം. അപ്പം എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞു കീ ഹോൾ മതി എന്നാണ്. അത് വലിയ മുറിവും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് വേഗം റിക്കവർ ആവാൻ വേണ്ടി കീ ഹോളാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അത് സജസ്റ്റ് ചെയ്തു. ഓക്കെ, കീ ഹോളാണ് ചെയ്യാം. ഞങ്ങൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാം സെറ്റാക്കി ഒരുവിധം ഞാൻ പ്രിപ്പയർ ആയി. കാരണം സർജറി അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഈ ഹെർണിയ കൂടി ചിലപ്പോൾ പഴുക്കാൻ, പൊട്ടാൻ അങ്ങനെയൊക്കെ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഹെർണിയ വന്നാൽ അതിന് സർജറി തന്നെയാണ് ചെയ്യേണ്ടത്. എൻ്റെ എന്ന് പറഞ്ഞാൽ കുഞ്ഞ്, ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല ഡോക്ടർ, എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല, എനിക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല, നോക്കുമ്പോഴൊരു ബുദ്ധിമുട്ടുള്ളൂ, അത് കാണുമ്പോൾ, അല്ലാണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു പക്ഷെ നമ്മൾ അത് ചെയ്യല്ലാണ്ട് വേറെ വഴിയുണ്ട്, നമ്മൾ ചെയ്യണം, പിന്നീട് അത് പ്രശ്നമായി വരുന്ന ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഏട്ടന് നിർബന്ധമായിരുന്നു പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നായിരുന്നു ഏട്ടൻ നിർബന്ധിച്ചാണ് ഇത് കൊണ്ട് കാണിക്കാനൊക്കെ പോയത്. അങ്ങനെ നമ്മൾ സർജറി ഡേറ്റൊക്കെ പെട്ടെന്ന് വാങ്ങി. ഞാൻ പറഞ്ഞു മോൻ്റെ വെക്കേഷന് മുമ്പേ ഞാൻ റിക്കവറായി വരണം, എന്നാലും അവന് വെക്കേഷനൊക്കെ ആകുമ്പോൾ അവൻ്റെ കൂടെ ഇരിക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ സർജറീൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി. പിന്നെ എന്ന് പറയുന്നത് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്രയായി, എമൗണ്ട് എത്രയായി ചേച്ചി, അവർക്കൊക്കെ ചെയ്യാനിരിക്കുന്നവരാ. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഈ മെഡിസപ്പ് എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് കാർഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്തത്. ഏട്ടൻ്റെ ഇതിൽ എൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലൊരു പാക്കേജ് കിട്ടിയതാണ്. ടോട്ടലായിട്ട് അവിടുത്തെ ടെസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ ഹോസ്പിറ്റൽ ചിലവൊക്കെ ആയിട്ട് നമുക്കൊരു എന്താ പറയുക, ടെസ്റ്റ് കാര്യങ്ങൾക്ക് തന്നെ ഒരു 10,000-8,000 രൂപ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവിൽ. ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് 8,000 ആയിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ ചിലവുകൾ തന്നെ ഉണ്ട്, ചിലവായിരുന്നു കൂടുതൽ, അവിടെ നിൽക്കില്ല എല്ലാവരും അവിടെ അല്ലേ. പിന്നെ പറഞ്ഞാൽ ഈ ബാക്കിയൊക്കെ നമുക്ക് ഈ ഇൻഷുറൻസ് പാക്കേജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ എനിക്കൊരു 60-65 അതിൻ്റെ ഉള്ളിലായിരുന്നു എൻ്റെ ഈ ഒരു ഹെർണിയ സർജറീൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അത്രയാണ് വന്നിരുന്നത് നമുക്ക്. പിന്നെ ഈ സർജറി ഞാൻ പറഞ്ഞ പോലെ പിന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് വേറൊരു നമ്മുടെ ഇതില്ലേ ഗവൺമെൻറ് എന്തെങ്കിലും വേറെന്തോ ഒരു സർജറി ഇൻഷുറൻസ് കാർഡ് ഉണ്ട്, നമ്മളെ മോദി സർക്കാരിൻ്റെ എന്തോ ഒരു ഇൻഷുറൻസിൽ, അതൊക്കെ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ മെഡിസപ്പിലാണ് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ ഇൻഷുറൻസ് കാർഡൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് അതൊക്കെ വെച്ച് അങ്ങനത്തെ ഹോസ്പിറ്റലിൽ തന്നെ അങ്ങനെ വെച്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾ ആരും പേടിക്കണ്ട. പൈസേൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഒരു കുട്ടിയുടെ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട്, ചേച്ചി ഒരുപാട് പൈസ ആവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സർജറി മാറ്റിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിൽ അത് എടുത്തിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ പാക്കേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വെറുതെ നീട്ടി വെച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങളും അങ്ങനെയാണ് ചെയ്തത്, മെഡിസപ്പ് വെച്ചിട്ട് ചെയ്തത് ഈ ഒരു എമൗണ്ട് ആയത് കേട്ടോ. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെതാണെന്ന് ഓപ്പൺ സർജറി ആയിരുന്നു. അതിന് കാരണമുണ്ട്, കാരണം എനിക്ക് ശ്വാസം മുട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കീ ഹോൾ ചെയ്ത് എനിക്ക് ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നം വരുമോ, കാരണം ശ്വാസത്തിനൊക്കെ പ്രശ്നം വരുമോ എന്നുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ തന്നെ പറഞ്ഞു അത് വേണ്ട, ഓപ്പൺ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കീ ഹോളായിരുന്നു പറഞ്ഞത്, കാരണം നമുക്ക് പെയിന് കാര്യങ്ങൾ വേഗം റിക്കവർ ആവും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കീ ഹോൾ മതി എന്നാണ് പറഞ്ഞത്. ലാപ്രോസ്കോപ്പിക് സർജറി അത് മതി എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ അത് വേണ്ടാന്നാക്കി നമ്മൾ ഓപ്പൺ സർജറി തന്നെ ചെയ്തു കേട്ടോ. പിന്നെന്ന് പറയുന്നത് സർജറി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു മെഷ് വെച്ച് നമ്മൾ ബ്ലോക്കൊക്കെ തള്ളിയ കുടലിനെ ഉള്ളിലോട്ടാക്കി മെഷ് വെക്കുക, അങ്ങനെയാണ് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കണം, എനിക്കറിയുന്ന ഒരു അറിവാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഉള്ളിൽ വയറിൻ്റെ ഉള്ളിൽ ഒരു മെഷ് ഉണ്ട് സംഭവം, അതിന് ബ്ലോക്ക് ആക്കിയിട്ട്. പിന്നെന്താണ്, ഓപ്പൺ സർജറി ആയിരുന്നു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സർജറീൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സഡേഷൻ തന്നു, നമ്മളൊന്നും അറിയില്ല, പെയിനൊന്നും അറിയില്ല, അതൊന്നും ആരും പേടിക്കേണ്ട കേട്ടോ, പെയിനൊന്നും അറിയില്ല. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, മുഖത്ത് കാണിക്കുന്നില്ലെങ്കിലോ. ഏട്ടൻ എന്നോട് ചോദിച്ചു നിനക്ക് എന്താ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ടെൻഷനും, പക്ഷേ ഞാൻ പുറത്തത് കാണിച്ചിട്ടില്ല. സഡേഷൻ തരും, അപ്പോഴത്തേക്ക് നമ്മളൊരു മയക്കമൊക്കെ കഴിഞ്ഞിരുമ്പോൾ നമ്മൾ സർജറി എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ കുഴപ്പമില്ല. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് പെയിനൊക്കെ സഹിക്കണം, എന്തായാലും സഹിക്കേണ്ടി വരില്ലോ. അപ്പോൾ ഓക്കെ, അത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ഹെർണിയ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്തതവിടെ. അപ്പോൾ ഇതാണ്, അതുകൊണ്ട് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഹെർണിയ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും
അതുപോലെ തന്നെ കേട്ടു. പിന്നീട് നമുക്ക് പ്രശ്നം വരുന്നു പറഞ്ഞുകൊണ്ട് നമ്മളതിന് റിസ്ക് എടുത്തില്ല, അതുകൊണ്ട് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ കാര്യമുള്ളൂ. ഇപ്പം ഞാൻ ഓക്കെയാണ്, എനിക്ക് നടക്കാനിരിക്കാനോ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ പതിയെ ഇപ്പോൾ ഡോക്ടറുടെ റെസ്റ്റ് പറഞ്ഞതുകൊണ്ടെങ്കിൽ ഞാൻ അധികം ജോലികളൊന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ. വീട്ടിൽ തന്നെ കിടത്തിയിരുത്താം, അതൊക്കെ തന്നെ എടുത്തിടും. അപ്പോൾ ഇതാണ്. അപ്പം കുറച്ച് കൂട്ടുകാരൊക്കെ എന്നോട് ചോദിച്ചതിനുള്ള റിപ്ലൈ ആണ് തന്നിട്ടുള്ളത്. ചെയ്യുമെന്ന് പറഞ്ഞു, ചെയ്തു, അത്ര തന്നെ. പിന്നെന്ന് പറയുന്നത് എന്താണ്, ഹെർണിയ. ഇനിയിപ്പോൾ നമുക്കിത് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല കേട്ടോ. എനിക്ക് ഈ ശ്വാസമുട്ടിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഓപ്പൺ സർജറി ചെയ്തത്. അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് വലിയ കുഴപ്പമില്ല. കാരണം നമ്മൾ ഈ ഓപ്പറേഷന് മുമ്പ് പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യും. നമുക്ക് ഇന്ന രോഗം ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡോക്ടറെ കാണേണ്ടി വരും. അതായത് എനിക്ക് നമ്മുടെ പൾമണോളജിസ്റ്റ് ഇല്ലേ, ശ്വാസകോശ പൾമണോളജിസ്റ്റ് എന്ന് തന്നെ പറയുക, അവിടെയൊക്കെ കാണിക്കേണ്ടി വന്നിരുന്നു. കുറേ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നിരുന്നു, അതെല്ലാം ചെയ്തു. പിന്നെ എന്നിട്ട് നമുക്ക് ഈ അനസ്തേഷ്യൻ്റെ ഡോക്ടറെ കാണിക്കുമ്പോൾ നമ്മളെല്ലാം അറിയണം, അതിനനുസരിച്ചായിരിക്കും നമുക്ക് അനസ്തേഷ്യയൊക്കെ തരാം. അപ്പം നമ്മൾ എന്തുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ, നമ്മൾ ഇതിന് മുമ്പ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ഡോക്ടറോട് മറിച്ച് വെക്കേണ്ട, ഓപ്പണായിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ആ ഒരു കീ ഹോൾ എന്ന് പറഞ്ഞ സർജറി മാറ്റി വെച്ചിട്ട് ഓപ്പൺ ആക്കിയത്. കാരണം റിസ്ക് ആണ്, ചിലപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല, ആ സർജറി എങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് റിസ്ക് ആയിരിക്കും. നമുക്ക് ഇതന്നെ ചെയ്യണം, ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ചെയ്ത് ഇപ്പം ഞാൻ ഓക്കെയാണ്, കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സർജറി ഒക്കെ നല്ല സക്സസ് ആയിട്ടുണ്ട്. 1:30ക്കാണ് എന്നെ കയറ്റിയത്, ഒരു 4-4:15 ആകുമ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ക്ലോക്കൊക്കെ ഇപ്പോൾ 4-4:15 ആയിട്ടുണ്ട്. പിന്നെ അതിന് മതിയെന്ന് പറയുക കോഴി. അതിനുശേഷം അതിനുശേഷം പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം പെയിൻ ഉണ്ടാവില്ല, നമുക്ക് മുറിവല്ലേ, ഉള്ളിലും മുറിവല്ല. പിന്നെ ഇത് സെറ്റായി വരാൻ കുറച്ച് താമസം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയാം, ഒരു മെഷ് വെച്ച് നമ്മുടെ വയറിലൊരു കവറിങ് ഉള്ളത്, എനിക്ക് ഉള്ളിലുള്ളത് എനിക്ക് കറക്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഇവിടെ എന്തോ ഒരു തൊടുമ്പോൾ ഒരു ഫീലായിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചത് എന്താ ഇവിടേക്ക് ഇങ്ങനെ പൊന്തിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ആ മെഷിൻ്റെ എന്തൊക്കെയോ സംഭവമില്ലേ, ഫിറ്റാക്കുന്ന സാധനങ്ങളൊക്കെയാണ്. എനിക്ക് ഈ ഫാറ്റില്ല, അതായത് എൻ്റെ ശരീരം എന്ന് പറയുന്നത് മെലിഞ്ഞിരിക്കുന്ന ശരീരം ആയതുകൊണ്ട് എനിക്കതൊക്കെ കുറച്ചുകൂടെ പുറത്തോട്ടേക്കും തൊടുമ്പോഴൊക്കെ വേഗം നമുക്ക് മനസ്സിലാവും. കൊഴുപ്പില്ലാത്ത ശരീരമായതുകൊണ്ട് കുറച്ച് തടിയും കുമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനും തൊട്ടപ്പോൾ ഡോക്ടറിന് നിൻ്റെ ശരീരത്തിൽ ഒട്ടും ഫാറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്. കുറച്ച് തടിയെല്ലാം വെച്ച് വരുമ്പോൾ അവർക്ക് ആവും. പിന്നെ പെട്ടെന്നൊന്നുമല്ല, നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ വേണം, നമ്മുടെ ശരീരത്തോട്ട് ഇത് സെറ്റായി വരണ്ടേ. ഇപ്പം തന്നെ ബേജാറ് കൂട്ടുണ്ട്, അത് ഓക്കെ ആയി വന്നാലും ഞാൻ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത് ഇവിടെ ഇങ്ങനെ കളറ് മാറിയിട്ടുണ്ടല്ലോ. അപ്പം മെഷ് വെച്ച ഭാഗത്തൊരു കളറൊക്കെ മാറിയിട്ടുണ്ട്. ചിലർക്കത് കളർ മാറി അവിടെ ചില ഇറിറ്റേഷൻ ചൊറിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തോട്ട് പുതിയൊരു സാധനം വെക്കില്ലേ, അങ്ങനെ. അപ്പോൾ എനിക്ക് ദൈവം സഹായിച്ചാൽ അതൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സംഭവം ഉണ്ട്, അത് തൊടുമ്പോൾ അറിയാം അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ടല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് അധികം തൊട്ടളിക്കേണ്ട, അത് ഫാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട്, എനിക്ക് ശരീരമല്ല, അത് വയറൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിയുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങളും ഇനി ഹെർണിയ ഉണ്ട് ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ മടിച്ച് നിൽക്കാണ്ട് ഒന്നുകൂടി ഡോക്ടറെ കണ്ടിട്ട് ചെയ്യുക. പിന്നെ പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്തായിരുന്നു ആ ഇൻഷുറൻസിൻ്റെ, നമ്മുടെ മോദി സർക്കാരിൻ്റെ എന്തൊരു ഇൻഷുറൻസ് ഉണ്ട്, അത് അത് നമുക്ക് ഒരു 5 ലക്ഷം രൂപയോളം ആ ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് എന്നെ കൊണ്ട് പറഞ്ഞെടുപ്പിച്ച്, അതുകൊണ്ട് ആ സമയം അതില്ലെങ്കിൽ ഇത് ഏതിലും ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അത്രയും ക്യാഷ് കയ്യിൽ നിന്ന് കൊടുക്കണ്ടേ. അപ്പം ഞാൻ മെഡിസപ്പിലാണ് ചെയ്തത്. ഏട്ടൻ്റെ ഇൻഷുറൻസ് കാർഡിൽ മെഡിസപ്പ് എന്നുള്ളൊരു ഇൻഷുറൻസ് ഇല്ല, അതിലാണ് ചെയ്തത്. നിങ്ങൾ പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുവരാണെങ്കിൽ മറ്റേ ആ ഒരു ഇൻഷുറൻസൊക്കെ വേഗം എടുക്കുക, കോഴിക്ക് വേറൊരു വഴിയില്ല, എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ചെറിയ പേടിക്കൊന്നും വേണ്ട. മുറിവൊക്കെ പെട്ടെന്ന് റിക്കവറായി വന്നോളും, ഉണങ്ങിക്കോളും, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെയുള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓടിച്ചാണ് പറഞ്ഞത്, എന്നാലും ഇതേ 13 മിനിറ്റോളം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് കണ്ടു തുടങ്ങി. കുറേ പേര് ഇത് എപ്പോഴത്തൊട്ടാണ് കണ്ടത്, സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത്. നമ്മൾ നീട്ടി വെക്കുന്നതോറും കൂടുതലാവാനേ ചാൻസ് ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ചെയ്തത്. ഇപ്പം എനിക്ക് ഇതുകൊണ്ട് പെയിനോ കാര്യം, ചിലവർക്ക് പെയിനൊക്കെ ഉണ്ടാവുന്നു, എനിക്കിതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടേ ഇല്ല ഗൈസ്. ഞാൻ പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടേ ഇല്ല, നോക്കുമ്പോഴൊരു ബുദ്ധിമുട്ടില്ല. ഇതെന്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന പോലെ ഒരു പൊന്ത് നിൽക്കുമ്പോൾ നമ്മളെ വയറിലൊക്കെ മാറ്റം വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ടെൻഷനില്ല, ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. എന്നെക്കാട്ടി ടെൻഷനായിട്ടിരുന്നു, ഏട്ടൻ നിർബന്ധിച്ച് കൊണ്ട് കാണിച്ചതാണ്. അപ്പോൾ അത് ഇവിടം വരെയായി ആ കാണിക്കൽ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് പേർക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ പിന്നെ ഈ ഒരു ടെൻഷൻ്റെ ഇടയിൽ ഡോക്ടറോട് കാര്യമായിട്ടും കൂടുതലായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ഈ ബേബി പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോലും ഞാൻ ഇങ്ങനെ ചിരിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞേ ഇല്ല, ഇനി ചിലപ്പം ഒരു പക്ഷേ നമുക്ക് ഇനി ബേബി പ്ലാനിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ റിസ്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ
നമുക്ക് ഇപ്പം ഇനി പ്ലാനിങ് ഒന്നും ഇല്ല, നമുക്ക് ഈ 2 തന്നെ തൃപ്തിയാണ് നമ്മൾ. അപ്പം ഇനി ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചപ്പോൾ അപ്പച്ചേട്ടൻ, അതായത് ഏട്ടൻ പറഞ്ഞു ഇല്ലയെന്നാണ് ഏട്ടൻ പറഞ്ഞത് കേട്ടോ. കാരണം ചിലപ്പോൾ ഇനി നമുക്ക് C-സെക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, മെഷ് ഉള്ളിലുള്ളതല്ലേ. ചിലപ്പോൾ ഇനി നോർമൽ ഡെലിവറി ആകുമ്പോൾ നമ്മൾ അത്രയും സ്ട്രെസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഡോക്ടർ ബേബി പ്ലാനിങ് കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടാവുക. ഞങ്ങൾ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഏട്ടൻ ലാസ്റ്റ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ പിന്നെ ചോദിച്ചപ്പോൾ ഡോക്ടറോട് ഏട്ടൻ പറഞ്ഞു ഇനി ബേബി പ്ലാനിങ് ഒന്നും ഇല്ല. അപ്പം ഞങ്ങൾ ഓക്കെയാണ്, മതി. അപ്പം നിർത്തി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് തെറ്റുണ്ടാകുമെന്ന് എനിക്ക് അറിയുന്ന കാര്യം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. പിന്നെയും പറയാണ്. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂടെ ടാറ്റ ബൈ ബൈ, സീ യു.